ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാജിക് മിക്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു സോഫ്റ്റ് ആൻഡ് സ്വീറ്റി മൈസൂർ പാവാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന 1 ഗ്ലാസ് നെയ്യ്, 1 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ, 2 ഗ്ലാസ് പഞ്ചസാര, 1.5 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് കടലമാവ്. ആദ്യം തന്നെ ഒരു പാനോ അല്ലെങ്കിൽ ഒരു ചട്ടിയോ എടുത്തിട്ട് നെയ്യും എണ്ണയും കൂടെ ചൂടാക്കാൻ വയ്ക്കുക. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ നേരം കൊണ്ട് വേറൊരു പാൻ എടുക്കുക. ഇത് ചൂടാവുന്നതിന് നമ്മൾ അടുത്തൊരു പാൻ എടുത്തിട്ട് അതിൽ പഞ്ചസാര, വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. ഇത് തിളപ്പിച്ച് അത്യാവശ്യം നന്നായിട്ട് തിളയ്ക്കണം. ഇത് തിളച്ചിട്ട് നമ്മളിതിൻ്റെ കറക്റ്റ് പരുവ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു സ്റ്റിക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം, നമ്മുടെ കടലമാവ് ഉണ്ടല്ലോ അത് നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അതായത് ഒരു കൈ കൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, മറ്റേ കയ്യിൽ ഈ കടലമാവ് ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉടച്ചെടുക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഫൈനായിട്ടുള്ള മൈസൂർ പാവ് കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഈ ഒരു കടലമാവ് വേവാൻ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് എടുക്കുക. അതിനുശേഷം നമ്മളവിടെ ചൂടായിക്കൊണ്ടിരുന്ന നെയ്യും എണ്ണയും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു ലായനി ഇതിലോട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതാവണം, അതുവരെ നന്നായി ഇളക്കുക. ഇനി ഇത് അറിയാനുള്ള, ഇത് കറക്റ്റായി, ഇത് വെന്തു എന്ന ഇതിൻ്റെ കറക്റ്റ് പാകമായി എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇളക്കുന്ന സമയത്ത് ആ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ ഇതിലോട് ചേർന്ന് വരുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ ഇളക്കുന്ന സമയത്ത് ആ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതെ വരുന്ന ആ സ്റ്റേജാണ് കറക്റ്റ് ഇതിൻ്റെ സ്റ്റേജ്. ഇനി അത് റെഡി ആയി കഴിഞ്ഞാൽ അടുത്തൊരു പ്ലേറ്റ് എടുക്കുക, അതിലോട്ട് നെയ്യ് തടവി വെക്കുക. അത് ഒട്ടിപ്പിടിക്കുക, നല്ല സോഫ്റ്റായിട്ട് വരാനും കൂടെയാണ്. എന്നിട്ട് ഇത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പരത്തി വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിൻ്റെ ചെറിയൊരു ചൂടൊക്കെ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള മൈസൂർ പാവ് ഇവിടെ റെഡിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.